പഞ്ഞമാസത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഒരു കർക്കിടകം കൂടി എത്തി. കോരിച്ചെരിയുന്ന മഴയിൽ കർക്കിടക കഞ്ഞിയും കുടിച്ച് സുഖചികിത്സ നടത്തിയ കള്ളക്കർക്കിടകം ഇന്ന് കേട്ടുകേൾവി മാത്രമാണ്. കർക്കിടക വാവിലെ ബലിതർപ്പണവും രാമായണ പാരായണവും കൂടിയില്ലെങ്കിൽ ഈ മാസത്തിന്റെ പേര് തന്നെ ഇല്ലാതായി പോയേനെ. ഉണങ്ങലരി പായസം ഉണ്ടാക്കി ഓലച്ചൂട്ടും കെട്ടി പറമ്പിന്റെ തെക്കേ മൂലയിലെ പ്ലാവിന്റെ ചുവട്ടിൽ പോയി കലിയന് കൊടുത്താൽ പിന്നെ കർക്കിടകമാണ്. കുത്തിയൊഴുകുന്ന കർക്കിടക പേമാലയിൽ വയറു നിറയ്ക്കാൻ എന്തെങ്കിലും തരണേ എന്നാണ് പ്രാർത്ഥന. നേരം വെളുത്താൽ പിന്നെ രാമായണ പാരായണമായി. രാമഭദ്രാജയ സർവാത്മാവായനാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര. അത് കഴിഞ്ഞാൽ നാലമ്പല ദർശനമാണ്. വടക്കാണെങ്കിൽ വറുതി മാറ്റാൻ ആടിവേടനും വീട് കയറും. പത്തായത്തിൽ നിറച്ച നെല്ലും കായ്കനികളും സ്വരൂപിച്ചവർക്ക് അല്ലലില്ല. പണിയാളന്മാർക്ക് അതിൽ നിന്ന് ഒരോഹരി പകർന്നു കിട്ടിയാൽ അരവയർ അങ്ങനെയും നിറയും. നവര അരിയും ജീരകവും തിരുതാളിയുമെല്ലാം ചേർത്ത് കർക്കിടക കഞ്ഞി. അസ്ഥി തണുക്കുന്ന അന്തരീക്ഷത്തിൽ സുഖചികിത്സയും ഗജവീരന്മാർക്ക് ആനയൂട്ടും. മംഗളകർമ്മങ്ങൾക്ക് നിഷിദ്ധമായ മാസമാണിത്. കർക്കിടക വാവിന് പിതൃക്കൾക്ക് ബലിതർപ്പണമാണ് മറ്റൊരാചാരം. അതിപ്പോഴും തകൃതിയായി തുടർന്നു പോരുന്നു. രാമായണ പാരായണത്തിനും കലികാല സ്മരണയിൽ വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചു പോരുന്നത്. പിന്നെ മഴയുടെ കാര്യം. ഇന്ന് സുഖചികിത്സ നടത്തണമെങ്കിൽ ശരീരം ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കേണ്ടി വരും. കായും ഖനിയും. ഫ്രിഡ്ജിൽ കുമ്പളങ്ങയുടെ കഷ്ണമുണ്ടെങ്കിൽ കൂട്ടാൻ വയ്ക്കാം, അല്ലെങ്കിൽ കടയിലേക്ക് ഓടാം. അങ്ങനെ ദുർഘടമല്ലാത്ത കർക്കിടക മാസവും മിന്നിമറയും. ഓണപ്പൂവിനും ചിങ്ങപ്പുലരിക്കും വഴിമാറി. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ലിമേഷ് ചെറുപേശിക്കൊപ്പം കെ ശശീന്ദ്രൻ, റിപ്പോർട്ടർ.